ഒരുപക്ഷെ ഇത്രയധികം കോംബോ പിടിച്ച് മത്സരാർത്ഥികൾ ഗെയിം കളിച്ചൊരു സീസൺ ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിലുണ്ടാകില്ല. ഗബ്രി, ജാസ്മിൻ, റസ്മിൻ, ജാൻമണി, ജിൻഡോ, ശ്രീതു, അർജുൻ, ഋഷി, അൻസിബ, ഇങ്ങനെ പോകുന്നു കോംബോകൾ. ഗബ്രി ജാസ്മിൻ കോംബോയ്ക്ക് വലിയ വിമർശനമായിരുന്നു പുറത്തുണ്ടായിരുന്നത്. ശ്രീതു അർജുൻ കോംബോയാകട്ടെ പ്രണയം എന്ന രീതിയിലായിരുന്നു ചർച്ച ചെയ്യപ്പെട്ടത്. ജിൻഡോയും ജാൻമണിയും സുഹൃത്തുക്കൾ എന്ന നിലയ്ക്കും. സഹോദരി സഹോദരൻ കോംബോ പിടിച്ചായിരുന്നു ഋഷി അൻസിബ ഗെയിം. ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും ആത്മബന്ധം സൂക്ഷിച്ച രണ്ടുപേർ കൂടിയായിരുന്നു ഇരുവരും. തനിക്ക് സഹോദര തുല്യനാണ് ഋഷി എന്നായിരുന്നു തുടക്കം മുതൽ അൻസിബ പറഞ്ഞിട്ടുണ്ട്. ഒരു കുഞ്ഞനുജനോട് തോന്നുന്ന വാത്സല്യത്തോടെയാണ് താൻ ഋഷിയെ കണ്ടിരുന്നതായിരുന്നെന്നും അൻസിബയുടെ വാക്കുകൾ. ഇരുവരും ഹൗസിലെ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം ഒരുമിച്ച് നിന്നായിരുന്നു ഗെയിം കളിച്ചത്. ഋഷിയെ വലിയ രീതിയിൽ സ്വാധീനിക്കാനും അൻസിബയ്ക്ക് സാധിച്ചിരുന്നു. പുറത്തിറങ്ങുമ്പോൾ തങ്ങൾ ഈ കൂട്ടുകെട്ട് തുടരും എന്ന് ഇരുവരും പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ പറഞ്ഞ വാക്കു പാലിച്ചുകൊണ്ട് ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയതിന് പിന്നാലെ അൻസിബയെ കാണാൻ ഓടിയെത്തിയിരിക്കുകയാണ് ഋഷി. അൻസിബയുടെ പിറന്നാൾ ദിനത്തിലാണ് ഈ കൂടിക്കാഴ്ച എന്നതാണ് മറ്റൊരു പ്രത്യേകത. പിറന്നാൾ മധുരം പങ്കുവയ്ക്കുന്ന ചിത്രങ്ങൾ അൻസിബ തന്റെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചു. നിരവധി പേരാണ് വീഡിയോയ്ക്ക് താഴെ അൻസിബയ്ക്ക് ആശംസ അറിയിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. ഇരുവരുടെയും കോംബോയെക്കുറിച്ചുള്ള കമന്റുകളും ഉണ്ട്. ഇതാണ് കളങ്കമില്ലാത്ത സ്നേഹമെന്നും ഈ ബന്ധം ജീവിത അവസാനം വരെ കാത്തു സൂക്ഷിക്കുവാൻ ഇരുവർക്കും സാധിക്കട്ടെ എന്നും ആരാധകർ കമന്റിൽ പറയുന്നു. അതേസമയം അൻസിബയും ഋഷിയും എന്തുകൊണ്ടാണ് അപ്സരയുടെ പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുക്കാതിരുന്നതെന്നായിരുന്നു ആരാധകരുടെ സംശയം. ഹൗസിൽ വെച്ച് അപ്സരയുമായി ഋഷിയും അൻസിബയും അത്ര അടുപ്പത്തിലായിരുന്നില്ല. അപ്സരയുമായി സൗഹൃദത്തിന് ഇല്ലെന്ന് ഇരുവരും പരസ്യമായി പറഞ്ഞിട്ടുമുണ്ട്.